ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രം കാത്തിരിക്കാം വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിന്റെ തുടക്കത്തിനായി. അല്പസമയം മുമ്പാണ് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, ധനകാര്യ സെക്രട്ടറി അടക്കം കണ്ടോൺമെന്റ് ഹൗസിലെത്തി ബജറ്റിന്റെ കോപ്പി മുഖ്യമന്ത്രിക്ക്, ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അദ്ദേഹം അത് ഏറ്റുവാങ്ങി. അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി ഒരു ഷോർട്ട് ഡിസ്കഷൻ അതിപ്പോൾ നടന്നു വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രാതൽ ഭക്ഷണം കഴിച്ച ശേഷം നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി ഏത് നിമിഷവും ഇറങ്ങാം, അങ്ങനെയാണിപ്പോൾ കരുതേണ്ടത്. അവസാനവട്ട തയ്യാറെടുപ്പുകളിൽ കൂടിയാലോചനകളാണ് സതീശൻ മുഖ്യമന്ത്രി ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി ഉള്ളത്. കാരണം ചരിത്രപരമായ ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കണം ഈ ബജറ്റിൽ. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വിപ്ലവകരമായ എന്തൊക്കെ വിസ്മയങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പുകളിലും മറ്റുമാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസ് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചീഫ് സെക്രട്ടറി രാവിലെ മുതൽ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. അല്പസമയം മുമ്പാണ് മറ്റ് ഉദ്യോഗസ്ഥർ, ധനകാര്യ സെക്രട്ടറി അടക്കം എത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന് 8:30 മണി എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഇറങ്ങാൻ. അതിന് മുൻപ് അദ്ദേഹം നിയമസഭയിലേക്ക് പുറപ്പെടുമോ? മറ്റ് തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ പൂർത്തിയായി കാണുമല്ലോ. ഔദ്യോഗികമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലും അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ബജറ്റ് കോപ്പി പതിവ് പോലെ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അല്പസമയം മുമ്പ് കൈമാറിയിരിക്കുന്നത്. അതിനുശേഷം വലിയ സുരക്ഷയിലാണ് ഈ ബജറ്റ് കോപ്പി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് അച്ചടി വകുപ്പിൽ നിന്ന്, ഗവൺമെൻറ് പ്രസ്സിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചത്. അത് ഒരു കറുത്ത സ്യൂട്ട് ബാഗിൽ അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അകത്തേക്ക് പോയി. സാധാരണയായി അതിനുശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളെ കാണുന്നൊരു പതിവുണ്ട് ധനമന്ത്രിമാർക്ക്. അത് ഇത്തവണ ഉണ്ടാകുമോ അതോ നിയമസഭയിൽ മാത്രമായിരിക്കുമോ അദ്ദേഹം സംസാരിക്കുക എന്നത് അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും 8:30-ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലവിലെ താമസ സ്ഥലമായ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടുക. മറ്റ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. 9 മണിക്കായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി കൂടിയായ ധനമന്ത്രി സഭയിൽ അവതരിപ്പിക്കുക. 9 മണിക്ക് ബജറ്റ് അവതരണ പ്രസംഗം ആരംഭിക്കും. എത്ര മണിക്കൂർ അത് നീണ്ടു നിൽക്കും? പലപ്പോഴും KM മാണിയുടെയും തോമസ് ഐസക്കിൻ്റെ കാലത്ത് ബജറ്റ് അവതരണ പ്രസംഗങ്ങളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. മണിക്കൂറുകൾ പ്രസംഗിക്കുന്ന ധനകാര്യമന്ത്രിമാരായിരുന്നു KM മാണിയും ഒപ്പം തോമസ് ഐസക്കും. ഉമ്മൻചാണ്ടിയും സമാനമായി തന്നെ മണിക്കൂറുകൾ നീണ്ട പ്രസംഗം ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നിയമസഭാ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏടുകളാണ്. സതീശൻ സർക്കാർ, വി.ഡി. സതീശൻ്റെ കന്നി ബജറ്റ് പ്രസംഗം എത്ര സമയമുണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണണം. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതടക്കം നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതിനായി നമുക്ക് ഏതാനും നിമിഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുമിച്ചായിരിക്കാം ഒരുപക്ഷെ ഇവരെല്ലാവരും നിയമസഭയിലേക്ക് പുറപ്പെടുക. ബജറ്റിൻ്റെ സുദീർഘമായ ഒരു പ്രസംഗം സതീശൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കണമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇതടക്കം നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഡാനും അരുണുമൊക്കെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയുടെ ഭാവി സംബന്ധിച്ച് എന്തായിരിക്കും പുതിയ സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. കിഫ്ബിയെ ധനകാര്യ വകുപ്പിന് നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമായി നേരത്തെ സതീശൻ പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി എന്നുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അവർക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം. പദ്ധതികൾക്ക് വിലയിരുത്തലില്ല ഉണ്ടാകുന്നില്ല. ഒരുപാട് പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അവ്യക്തതകളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ ഒരു സംവിധാനമായി കിഫ്ബിയെ മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഈ ബജറ്റിലൂടെ സർക്കാർ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഒരു അതിവേഗ റെയിൽ പാതയുടെ സാധ്യതകൾ ഈ ബജറ്റ് തേടുമോ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. അതിനുള്ള സാധ്യതകൾ വളരെയുണ്ട്. അത്രത്തോളം UDF-ൻ്റെ പ്രകടന പത്രികയിലും അത്തരമൊരു ഒരു ബദൽ പാതയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകൾ, DA കുടിശ്ശിക അടക്കം, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളുണ്ട്, പ്രിയദർശിനി ബസ് പോലെ. ഒപ്പം മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് മറ്റുമുള്ള മാസം നൽകുന്ന പണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിൽ എന്ത് കാര്യങ്ങൾ ഇത്ര ബജറ്റിൽ തുക ബാക്കിയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. VV അരുൺ ചേരുകയാണ്. അരുൺ, ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പുറപ്പെടും. ഒരുപാട് വിസ്മയങ്ങൾ കാത്തുവച്ചിരിക്കുന്ന ഒരു ബജറ്റായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അരുൺ?
വി അരുൺ അവിടെ നിയമസഭാ കവാടത്തിന് മുന്നിലുണ്ട്. ഇന്നിവിടെ ഒരു അകത്തുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഒരു ചരിത്രം അത് സൃഷ്ടിക്കാനൊരുങ്ങുകയാണ്. ഒരുപാട് നാളിന് ശേഷമാണ് ധനകാര്യമന്ത്രി കൂടിയായ ഒരു മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അരുൺ, നമുക്കറിയാവുന്നതുപോലെ അരുണിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിയമസഭ ഈ കണ്ടോൺമെൻറ് ഹൗസിൽ ധനകാര്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയായ ധനകാര്യമന്ത്രിക്കൊപ്പമുണ്ട്. ബജറ്റിൻ്റെ കോപ്പി കൈമാറുന്ന ദൃശ്യങ്ങൾ അല്പം മുമ്പാണ് നമുക്ക് ലഭ്യമായത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ അന്തിമവട്ട വിലയിരുത്തലുകളിലും അന്തിമവട്ട ക്രമീകരണങ്ങളിലും മറ്റുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന്, നേരത്തെ ഡാനൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ സാധാരണ ക്ലിഫ് ഹൗസിൽ നിന്നാണ് മുഖ്യമന്ത്രിമാർ ഇറങ്ങുക. ധനകാര്യമന്ത്രിമാർ അവരവരുടെ വീടുകളിൽ നിന്ന്, ഔദ്യോഗിക വസതികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയായി മാറുന്നു. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. നേരത്തെ ഡാൻ പറഞ്ഞ ഒരു സങ്കടമുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവ് ബജറ്റിന് മുമ്പ്, അതായത് ധനകാര്യമന്ത്രിമാരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇത്തവണ ചായയിലും വടയിലും ഒതുങ്ങി എന്നുള്ള സങ്കടം ഡാൻ പങ്കുവച്ചു. അങ്ങനെ ഈ ബജറ്റിൽ നമ്മളിത് പ്രതീക്ഷിക്കണോ? ചെലവ് ചുരുക്കുന്ന, കഴുത്തിന് പിടിക്കുന്ന ഒരു ബജറ്റായി ഇത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കണോ? ഞാൻ സങ്കടം പങ്കുവെച്ചതല്ല, അതാണ് യാഥാർത്ഥ്യം. സാധാരണ അത്തരത്തിൽ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കിയായിരുന്നു ബജറ്റ് ദിനത്തിൽ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കൊപ്പം പുറത്തേക്ക്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നു. ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബജറ്റ് കോപ്പി മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശേഷം പ്രാഥമിക ചർച്ചകൾ അല്ലെങ്കിൽ അവസാനവട്ട ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജെറോമിക് ജോർജ്, അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം കളക്ടറായിരുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. മറ്റ് ചില ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. മുഖ്യമന്ത്രി കൂടി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ OSD അദ്ദേഹവും പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി വരാനുള്ളത് മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കകം പുറത്തേക്ക് ഇറങ്ങിയേക്കും. അതിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർ മുഴുവൻ ഇവിടെ നിന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവസാനവട്ട ചർച്ചകളും പൂർത്തിയാക്കിയതിനു ശേഷം നിയമസഭയിലേക്ക് പുറപ്പെടുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പുറത്തു വരാനുള്ളത് മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹം ബജറ്റ് അവതരണത്തിന് മുമ്പ് എങ്ങനെയായിരിക്കും ബജറ്റ് എന്നതിനെ സംബന്ധിച്ച സൂചന നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇവിടെ വെച്ച് നടത്തുമോ എന്നതാണ് അറിയാനുള്ളത്. അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. കാരണം സഭയിൽ വെച്ച് തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എല്ലാവരും അറിഞ്ഞാൽ മതി എന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി VD സതീശൻ തൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് പുറപ്പെടുകയാണ്. അതിന് മുന്നോടിയായി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിൻ്റെ നേതൃത്വത്തിൽ അച്ചടി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പാണ് കണ്ടോൺമെൻറ് ഹൗസിൽ എത്തി ബജറ്റിൻ്റെ ആദ്യ കോപ്പി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. അതൊരു നടപടിക്രമമാണ്. വലിയ സുരക്ഷയിലാണ് ഈ ബജറ്റ് കോപ്പി ഇവിടേക്ക് എത്തിച്ചത്. അത് അതീവ സുരക്ഷിതമായി ഗവൺമെൻറ് പ്രസിൽ നിന്ന് അച്ചടിച്ച ശേഷം പ്രത്യേക സംവിധാനങ്ങളിൽ അത് ഇവിടേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. ആ പകർപ്പായിരിക്കും അദ്ദേഹം നിയമസഭയിൽ വായിക്കുക. എത്ര സമയം ദൈർഘ്യമുള്ള ബജറ്റായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുന്നത്? ഈ വലിയ ധനപ്രതിസന്ധിക്കിടയിൽ ഏത് തരത്തിലുള്ള വിസ്മയകരമായ പ്രഖ്യാപനങ്ങളാണ് മലയാളികളെ കാത്തിരിക്കുന്നത്? UDF സർക്കാരിനെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാരിനെ അധികാരത്തിലെത്തിയ 102 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷം നൽകി UDFനെ അധികാരത്തിലെത്തിയ കേരളത്തിലെ വോട്ടർമാരെ നിരാശപ്പെടുത്തുമോ? അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നതാകുമോ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. അതോടൊപ്പം 10 വർഷം ഭരിച്ച LDF സർക്കാരിനെതിരെ അല്ലെങ്കിൽ LDFനെതിരെ, മുന്നണിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ? അവർ തുടക്കമിട്ട അല്ലെങ്കിൽ അഭിമാനപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഏതെങ്കിലും പദ്ധതികൾക്ക് ഇവിടെ വിരാമമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷ ഉണരുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായുള്ളത് കിഫ്ബിയാണ്. കിഫ്ബിയുടെ ഭാവി എന്താകുമെന്നതിനെ സംബന്ധിച്ച ആശങ്ക നേരത്തെ മുതൽ ഉയരുന്നതാണ്. അത് വിശദമായി പഠിക്കും. അതിനുശേഷം കിഫ്ബിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന നിലപാടെടുക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അടക്കം നേരത്തെ സൂചിപ്പിച്ച പോലെ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകളും ആക്ഷേപങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പകരം ഒരു ബദൽ സംവിധാനം പ്രാദേശിക തലത്തിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നൊരു നീക്കത്തിലേക്ക് ചർച്ചകളിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക DPR തയ്യാറാക്കുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിൽ ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം കേരളത്തെ രാജ്യം ഉറ്റുനോക്കുന്ന വ്യോമയാന തുറമുഖ ഹബ്ബാക്കി മാറ്റുകയെന്ന എക്കാലത്തെയും വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്. അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കുമെന്നാണ് സൂചന. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളം വലിയ അഭിമാനത്തോടെ രാജ്യത്തെ തുറമുഖങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായി കേരളം മുമ്പോട്ട് വെച്ച വിജയകരമായി ഏതാണ്ട് 1000 കപ്പലുകളോട് അടുക്കുകയാണ് വിഴിഞ്ഞത്ത് ഇതിനോടകം വന്നു പോയ രാജ്യാന്തര കപ്പലുകളുടെ എണ്ണം. അങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനമായ മദർ പോർട്ടായി മാറിയിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതി. അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ അടുത്ത ഘട്ട വികസനത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൈത്താങ്ങലുകൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബജറ്റിൽ വ്യക്തത വരും. കാത്തിരിക്കാം ഏതാനും മിനിറ്റുകൾ കൂടി. വി അരുൺ അവിടെ നിയമസഭയ്ക്കുള്ളിലുണ്ട്. അരുണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നിയമസഭാ ബജറ്റ് പ്രസംഗങ്ങൾ കേട്ട ഒരു സഭ കൂടിയാണത്. KM മാണിയും തോമസ് ഐസക്കൊക്കെ മണിക്കൂറുകൾ നീളുന്ന പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നിരവധി നടത്തിയിട്ടുമുണ്ട്. അതിന് മുൻപ് ചില ഉദ്ധരണികളൊക്കെ എടുത്താണ് പലരും ബജറ്റ് പ്രസംഗം ആരംഭിക്കുകയും മറ്റും ചെയ്യുന്നത്. ഒരു സ്വദേശൻ സ്റ്റൈൽ ഇത്തവണത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കണമല്ലോ.